ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ സന്തോഷം സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ പഠിച്ചോനേന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ ഒക്കെ തുടങ്ങട്ടാ. അപ്പോൾ അതാ നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാട്ടത്. പിന്നെ നമുക്ക് കല്യാണവും അതിനോടനുബന്ധിച്ച് പിന്നെ പനിയും ജലദോഷവും എല്ലാം കൂടി വന്നപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അത് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അയല മീനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഒന്നുകിൽ വലിയ അയില കിട്ടണം, അല്ലെങ്കിൽ വലിയ മത്തി അതാട്ടോ കിട്ടണം. ഇത് ഇപ്പോൾ പിന്നെ അയിലൊക്കെ ചെറിയ അയില കുട്ടികളല്ലേ, അതൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ പ്രാച്ചി മീനുണ്ടല്ലോ അതാട്ടോ കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് കിട്ടും വേണം. അപ്പോൾ അത് കണക്കോലാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഇതുകൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ പട്ടിന് കത്രിക വെക്കണ മാതിരി നല്ല ഉറപ്പുണ്ട് ഈ മീൻ. അതിൻ്റെ തോലൊക്കെ നല്ല ഉറപ്പുണ്ടാവും. അപ്പോൾ കത്രിക ഒക്കെ വെച്ചുകാണ്ട് അതിൻ്റെ പിന്നെ രണ്ട് സൈഡൊക്കെ ഒന്ന് വെട്ടിക്കാണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്നുണ്ട് അടർത്തിയെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത് മസാല പിടിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ചിലർക്കൊന്നും ഈ റെസിപ്പി അറിയില്ല. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞും ചെയ്തോട്ടെ. അറിയണോർക്കൊന്ന് ഓർമ്മ ആകാനും വേണ്ടിയിട്ട് ആണിട്ടത് ഞാനത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് കർക്കിടക മാസം ലാസ്റ്റ് ചെയ്തതാണ്. അപ്പം ഇനിയും മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് കർക്കിടക മാസം അല്ലെങ്കിലും മഴയുള്ള സമയത്ത് നമുക്കെല്ലാം നമ്മളെ ശരീരത്തിന് പിടിക്കൂട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരു ഹെൽത്തി ആയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ നമ്മളിങ്ങനെ വെട്ടി മുറിക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇൻട്രോ കൊടുക്കലുമായി എനിക്ക് മീൻ മുറിക്കലും ആയി എന്ന് വിചാരിച്ച് കണ്ടാട്ട് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ 2-3 കാണിച്ച് തന്നുകാണ്ട് നമ്മൾ നന്നായി ഒക്കെ കഴുകി ഒന്ന് വെള്ളം വാരാൻ വെച്ചിക്കണേ. അപ്പം നമുക്ക് അതിക്ക് ലേശം ചെറിയ ഉള്ളി വേണം കേട്ടോ. അപ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി ഞാൻ നന്നായിട്ട് ചതക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചതക്കി എടുത്തേക്കണേ. അപ്പം ഇനി ഒരു 2-3 വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 പിന്നെ വെളുത്തുള്ളിയും ചതച്ചെടുത്തത്. അപ്പോൾ ഞാനത് രാത്രിക്കൊക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് പകലേനൊക്കെ മസാല കൂട്ടി വെച്ചാൽ ഒന്ന് ഉപ്പും പുളി പിടിച്ചോളെന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചതച്ച് വെച്ചിക്കണേ. പിന്നെ ഇഞ്ചിൻ്റെ ആവശ്യമില്ല, ഇഞ്ചിയൊന്നും ചേരാനുള്ള മീനല്ല ഇതിട്ടാ. അയലയാണെങ്കിൽ ഇഞ്ചിയൊക്കെ ചേരും. അപ്പോൾ ലേശം എരിവ് കുറഞ്ഞ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി പിന്നെ മല്ലിപ്പൊടി ഇട്ടാ. പിന്നെ ലേശം പെരുജീരക പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിക്ക് പാകത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഇതിക്ക് പിഞ്ഞി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ നീര് പിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണയും കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ പിഞ്ഞുകാണ്ട് നന്നായിട്ട് പിന്നെ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കിക്കാണ്ട് നമുക്ക് ഈ മീനിൻ്റെ ഉള്ളിലൊക്കെ ഒന്നിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കട്ടെ. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിക്കണേ. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ പെട്ടിട്ടില്ല എന്നുള്ളൂ കേട്ടോ. ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണേ. അപ്പോൾ അതൊക്കെ ഇതാക്കിക്കാണ്ട് നമ്മൾ അതിക്ക് നല്ലോണം മസാല നല്ലോണം തേച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ മഴയൊക്കെ ഒന്ന് വിട്ട് നിൽക്കണം. ഇനിയും മഴ ഉണ്ടാവും എന്നാട്ടോ പറയുന്നത്. മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിൽക്കണേ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുന്ന മഴയും വെള്ളപ്പൊക്കമൊന്നും വേണ്ട നമുക്കില്ല. ഒക്കെ പേടിയായിക്കണം. ഇപ്പോൾ മഴ കാണുമ്പോൾ തന്നെ പേടിയായി തുടങ്ങിയിരിക്കണേ. പ്രകൃതി ദുരന്തം ഒരാൾക്കും വരുത്തല്ലേ പഠിച്ചോനേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഉള്ളൂ കേട്ടോ എല്ലാവർക്കും. അത് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രകൃതി കൊണ്ടൊരു ദുരന്തം നമുക്ക് ആർക്കും ഉണ്ടാവരുത്. അപ്പോൾ അത് നന്നായി മസാലയൊക്കെ തേച്ചുകാണ്ട് ഞാൻ മീനിൻ്റെ ഉള്ളിലൊക്കെ എൻ്റെ സൗണ്ടിനൊക്കെ ലേശം ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ജലദോഷം പിടിച്ചിട്ട് സൗണ്ടൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ ഇതാ നന്നായി മസാലയൊക്കെ നല്ല തേച്ചുകാണ്ട് ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കണേ. അപ്പോൾ ഒന്ന് മസാല പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചുകാണ്ടേ.
അപ്പോൾ പിന്നെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ രാത്രിയാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ എല്ലാവരും അധികം ആൾ ചപ്പാത്തി തിന്നൽ, ചപ്പാത്തി തിന്നും, കുറച്ച് ചപ്പാത്തിയും കുറച്ച് ചോറും അങ്ങനെയും വയ്ക്കും, ചപ്പാത്തി ഒറ്റയ്ക്ക് തിന്നണമല്ലോ അങ്ങനെ തിന്നും. അപ്പോൾ ഇത് മത്തൻ്റെ ഇല കേട്ടോ, മത്തനില ആരെത്തേലും ഉണ്ടെങ്കിൽ ആരെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇളയ ഇല നോക്കിക്കാണ്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മളിത് ഓരോന്ന് ഇതിൽ പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് ഓരോന്നുണ്ട് പൊതിഞ്ഞെടുക്കട്ടത്. ഇത് നല്ലൊരു ഹെൽത്തി ആയ റെസിപ്പിയാണ്, നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. മത്തനില നല്ലതാണല്ലോ എപ്പോഴും. അപ്പോൾ മത്തനിലൊന്നും അല്ലാതെ എപ്പോഴും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ എല്ലാവരും കഴിച്ചോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഓരോന്നും അതിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് ഞാൻ ഇട്ടൽ ചെമ്പിലാട്ട വെക്കേണ്ടത്. ഇട്ടൽ ചെമ്പിലായാലും ഇത് നന്നായി വെന്തോളൂ. ഇലയും വേവും മീനും വേവും കേട്ടോ. അപ്പോൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഞാൻ അടുത്ത പണിയുണ്ട്. അപ്പോൾ ഇത് അയില മീനാട്ടതിന് നല്ല ടേസ്റ്റ് കൊടുക്കൽ. ഈ മീൻ വലിയ രസമൊന്നുമില്ലാത്ത മീനാണ്, എന്നാലും വേണ്ടില്ലാന്ന് വിചാരിച്ചാൽ വിചാരിച്ചാൽ പിന്നെ എനിക്ക് അത് ചെയ്തിട്ട് അടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ആ വിചാരിച്ച റെസിപ്പി ഇനി അപ്പോൾ ഞാൻ അത് പിന്നെ ഈ മീനാണ് കിട്ടിയത്. ഇപ്പം അയിലൊന്നും കിട്ടാൻ വലിയ അയില കിട്ടണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുമല്ലോ. അപ്പോൾ വിചാരിച്ച് കണ്ടിട്ടാ മത്തി. പിന്നെ മത്തിയൊന്നും നമ്മൾ അടുത്തേക്കൊന്നും അടുക്കണമെന്ന് ഞാൻ മത്തിയും ചെറിയ മത്തി പറ്റില്ല, കുറച്ചൊരു അത്യാവശ്യം വലിയ മത്തിയൊക്കെ വേണം. അങ്ങനെ കേട്ടാ ആ 2 മീനുമാണ് ഇതിന് നന്നായി ചേരുക. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് അതിൽ പൊതിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും പിന്നെ വീട്ടിലോ അലക്കത്തോ എന്തെങ്കിലും മത്തൻ്റെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഓരോരുത്തർക്കുള്ളതായിട്ടത് ഓരോന്നും ഓരോരോ ഇലയിൽ ഞാൻ പറഞ്ഞില്ല ഇളയ ഇലയൊക്കെ നോക്കി എടുക്കുക. ഇത് അത്യാവശ്യം മൂത്തതാട്ടാ. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ടാണ്, നമ്മളെ വീട്ടിലില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് മുമ്പുണ്ടായ ഇലയാണെന്ന് അറിയാം, ഏതായാലും വേണ്ടിയില്ലാന്ന് വിചാരിച്ച് എടുത്തു കൊണ്ടുവന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അതിക്ക് വെച്ച് കൊടുത്തിക്കണേ, ടൈറ്റൽ ചെമ്പൊക്കെ വെച്ച് കൊടുത്തിക്കണേ. ഞെട്ടൽ ചെമ്പ് നല്ല അടച്ച് വെച്ചുകാണ്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചിട്ട് മാതിരി ഒന്ന് വേവട്ടെ. ഈ അടന്ന് നന്നായി വേവണം കേട്ടോ, ഇലയും വേവണം മീനും വേവണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തിക്കണേ. അപ്പം നമ്മൾ ഒക്കെ വെന്ത് ചൂടാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് അടുപ്പുമേലെ ചപ്പാത്തി ചുടുന്നുണ്ട്. അപ്പം നമ്മളൊരു ഫ്രൈ പാനായിട്ട് വെച്ചിട്ടുണ്ടത്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ വെച്ചുകാണ്ട് അത് ഇത് ഓരോന്ന് ഇതിക്കിടന്ന് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ വേവൊക്കെ കഴിഞ്ഞിക്കണേ. അപ്പം നമുക്കൊന്ന് വെളിച്ചെണ്ണൻ്റെ ഒരു മെച്ചിലൊക്കെ ഇട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഇതിങ്ങനെ നമ്മൾ അത്യാവശ്യം ഓരോരുത്തർക്ക് എത്ര വെളിച്ചെണ്ണ വേണോ അത്രയ്ക്ക് കണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടാ. ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ, നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ കടിയിൽ നിന്ന് കൊണ്ടുവന്നാലിപ്പോൾ എല്ലാം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോഴാണ് നന്നായി ഉണ്ട് വെള്ളം മുങ്ങി പൊന്തലൊക്കെ. അപ്പം കടിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പിന്നെ കുറേശ്ശെ ഇങ്ങനെ ആയി വരും കേട്ടോ. അങ്ങനെ ഇട്ട വരല് കുറച്ചുകൂടി തേങ്ങ ഉണ്ട്. പിന്നെ ഈ വെയിലൊന്നും സുഖമില്ലായിട്ട് ഒന്നും പണിയെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ കല്യാണവും മിസ്സായി എല്ലാം കൂടി ആയിട്ട് നമുക്കൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടുകാണ്ട് നന്നായി കണ്ട് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല രാത്രിക്കൊക്കെ ആണെന്ന്. അപ്പോൾ പുറത്തടുപ്പ് മേലെ ചപ്പാത്തിയും ചുടുന്നുണ്ട്. ഇപ്പം വീഡിയോക്ക് ആരും ലൈക്കൊന്നും ചെയ്യണില്ല, എന്തോന്നും ആവട്ടെ. ലൈക്കൊന്നും ചെയ്യാഞ്ഞാൽ വീഡിയോ ഒന്നും മുന്നിലേക്ക് പോവില്ല. പിന്നെ വ്യൂസൊന്നും കൂടാഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് അതും ഇല്ല കേട്ടോ. അതാട്ടെ പിന്നെ ഉള്ളത്. അപ്പോൾ വ്യൂസൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ പിന്നെ ആ ഇൻട്രസ്റ്റൊക്കെ പോവും. കുറച്ചൊക്കെ നയിപ്പ് ഇതുമേലുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ വാക്കാട്ടത്. അപ്പോൾ നമ്മൾ പിന്നെ അതിലിട്ടുകാണ് ഇങ്ങനെ നെരിച്ചെടുക്കണേ. നെരിയണ്ട അതിക്ക് ചട്ടിക്ക് ഇട്ടുകാണ്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടുകാണ്ട് ഇതാക്കിയാൽ മതി. വേവൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ തിന്നലിട്ടാൽ കുറച്ച് ചോറോ ഒരു പത്തിരിയോ അപ്പോൾ നമ്മളെ മീനടി ഇതിക്ക് വെച്ചുകാണ്ട് കഴിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. അപ്പോൾ നമ്മളിനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരും ഇൻഷാ അല്ലാഹ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ താങ്ക് യു ഫോർ വാച്ചിങ്. സ്നേഹം നിറഞ്ഞെന്ന് പറയില്ല.